السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. മൈ ഡിയർ സിസ്റ്റേഴ്സ്, നമ്മൾ അങ്ങനെ 2 സൂറകൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ വലിയ മഹത്തായ ഫദ്ലുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ 112-ാമത്തെ സൂറയായിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസിലെ നമുക്ക് എല്ലാവർക്കും ചെറിയ കുഞ്ഞ് വരെ എല്ലാവരും ഫസ്റ്റ് പഠിക്കുന്ന ഒരു സൂറയായിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ലാഹി തആല. നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസിന് 4 ആയത്തുകളാണ്. മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറയാണ്. അവിടെയും ചെറുതായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ സൂറയെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. ഈ സൂറക്ക് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു പേരാണ് സൂറത്ത് തൗഹീദ് അല്ലേ. കാരണം ഈ സൂറ മുഴുവനായിട്ട് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു സൂറ കൂടെയാണ്. ഈ ഒരു സൂറത്ത് നമ്മൾ പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആശയമൊക്കെ നമ്മൾ മുഴുവനായിട്ടും മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ദീന പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം തൗഹീദ് ആണ് നമ്മളുടെ ദീനിൻ്റെ അടിസ്ഥാനം അല്ലേ. ആ തൗഹീദ് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച്, അല്ലെങ്കിൽ ആ തൗഹീദിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ദീൻ പൂർത്തീകരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ചെറിയ 4 ആയത്തുള്ള ഈ ഒരു സൂറ അങ്ങനെ നമ്മൾ ഗ്രഹിച്ചെടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ ദീന് പൂർത്തീകരണത്തിന് അത് സഹായകരമാകും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു സൂറയുടെ പ്രാധാന്യത്തിലേക്ക് പോകാം. അതായത് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മുശ്രിക്കുകൾ പലതും പറയുന്നുണ്ട്. അങ്ങനെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് അന്നും, അതായത് ഖുറൈശികൾക്ക് അല്ലെങ്കിൽ അറബുകളുടെ മെയിൻ എന്ന് പറഞ്ഞാൽ അവർ ഗോത്രത്തിൻ്റെ ലീനേജ്, അതായത് തലമുറകൾ, അതൊക്കെയാണ് നോക്കുക. അതേതാണ് ആരുടെ തലമുറയാണ് എന്നൊക്കെയാണ് നോക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഗോഡിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ദൈവത്തിൻ്റെ ലീനിയേജ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കാരണമാണ് ഈ ഒരു സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റിവീൽ ആക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിന് ഇങ്ങനത്തെ ഇതിലൊന്നും ആവശ്യമില്ല, അള്ളാഹു അഹദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് ആരംഭിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഈ ഒരു സൂറത്ത് ഖുർആൻ്റെ 1/3 ഭാഗത്തിൻ്റെ അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്താണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു സൂറ പാരായണം ചെയ്താൽ തന്നെ നമുക്ക് ഖുർആൻ്റെ 10 ജുസ് നമ്മൾ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളടുത്ത് രാവിലെയും വൈകുന്നേരവും കിടക്കാൻ നേരത്തും അല്ലേ ഒക്കെ നമ്മളടുത്ത് 3 തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് നമുക്ക് ആർക്കും തന്നെ ഫുൾ ഖുർആൻ നമുക്ക് ഫുൾ ഖുർആൻ നമുക്ക് ഒറ്റയിരുപ്പിന് ഓതി തീർക്കാൻ സാധിക്കില്ല അല്ലേ. ചില ആളുകൾക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും മെജോറിറ്റി ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസകരമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 3 ദിവസത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് 3 ദിവസവും അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ നമ്മൾ സമയമെടുത്ത് വേണം ഖുർആൻ പാരായണം മുഴുവനായിട്ടും ചെയ്യാൻ. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് മുഴുവനായിട്ടും തീർക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു പ്രതിഫലം കിട്ടാൻ, ഒരു ദിവസം ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ നമ്മളടുത്ത് എന്താ പറഞ്ഞിട്ടത്, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ. അങ്ങനെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ വലിയൊരു പാലസ് ആണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ വലിയൊരു പാലസ്, അള്ളാഹുവിൻ്റെ ജന്നത്തിൽ നമുക്ക് പാലസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചില്ലറ കാര്യമല്ല അല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന വലിയ വലിയ പാലസ് ഒന്നുമല്ല അള്ളാഹുവിൻ്റെ കണ്ണിൽ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചത്താടിൻ്റെ വില പോലും ഇല്ലാത്ത
ഈ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ നമ്മൾ കാണുന്ന പാലസിന് നമുക്ക് ഭയങ്കര സംഭവമാണല്ലേ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ജന്നത്തിലുള്ള ആ ഒരു പാലസിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു അമേസ്മെൻറ്റ് എത്ര ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പാരായണമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രതിഫലമായിട്ട് പറയുന്നത്. പിന്നെ വേറൊരു ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എപ്പോഴും, അതായത് എപ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും ഒന്നെങ്കിൽ നമസ്കാരം തുടങ്ങുമ്പോൾ എപ്പോഴും ഇയാൾ ഈ ഒരു സൂറ പാരായണം ചെയ്തിട്ടാണ് നമസ്കാരം തുടങ്ങുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് ഇയാൾ പാരായണം ചെയ്യുന്നത് ഖുർആൻ്റെ 1/3, അതുകൊണ്ട് അയാൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അപ്രൂവൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനർത്ഥം നമ്മൾ ഖുർആന് ബാക്കിയൊന്നും പാരായണം ചെയ്യേണ്ട, ആകെ ഇഖ്ലാസ് മാത്രം പാരായണം ചെയ്താൽ മതി എന്നല്ല. കാരണം അതിൻ്റെ ഒരു വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ 3000 ദീനാറുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ക്ലോത്തും പിന്നെ താമസവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും ശരിക്കും ഒരാൾക്ക് ബെനിഫിഷ്യൽ ആകുക? 3000 കയ്യിലുള്ളതാണോ അതോ 3000ത്തിന് ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങൾ കയ്യിലുള്ളതാണോ? നമുക്കറിയാമല്ലേ, 3000ത്തിന് ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴാണ്. കാരണം മറ്റേ ആൾക്ക് ആ സാധനങ്ങളൊക്കെ വീണ്ടും വാങ്ങിച്ചിട്ടുമാണ്, പക്ഷേ ഇയാൾക്ക് ഓൾറെഡി അത് അയാളുടെ കയ്യിലുണ്ട്. അതുപോലെയാണ് ഖുർആന്. നമ്മൾ ഒരു സൂറത്ത് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഹുക്കുമകളും ഖുർആനിലെ സ്റ്റോറീസും മറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കി സൂറകളിലേക്ക് പോകണം. നമുക്ക് പ്രതിഫലം ലഭിക്കും, പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലെ മറ്റ് സൂറകൾ പാരായണം ചെയ്യണം, മറ്റ് ആയത്തുകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈസി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ചെറിയ ചെറിയ എന്താ പറയുക കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 1/3 ഭാഗമാണ് 3 പ്രാവശ്യം ഓതിയാൽ മതി എന്നുള്ളതൊക്കെ. പക്ഷെ അതിനർത്ഥം അവിടെ നമ്മൾ നിർത്തണം എന്നല്ല. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ ഒരു സൂറ നമ്മൾ റിസൈറ്റ് ആക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ എന്താ പറയുക ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു സൂറത്താണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാനും ഈ ഒരു സൂറത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഖ്ലാസ് എന്ന വാക്കിനെ കുറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പറയാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ സൂറയിൽ എവിടെയും ഇഖ്ലാസ് എന്ന വാക്കേ ഇല്ല അല്ലേ. ഈ ഒരു സൂറത്തിൻ്റെ എസെൻസ് ആണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. അതായത് നമ്മൾ ഇഖ്ലാസോട് കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷ കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എന്നാണ് അതിനർത്ഥം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ഫോർ അള്ളാഹ്, അള്ളാഹുവിന് മാത്രമായിട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹു ആണ് എല്ലാത്തിനേക്കാളും മുകളിൽ, അവന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ ഒരു ഫാക്ട്, അതായത് അള്ളാഹുവിന് ഈക്വലായിട്ട് ആരും ഇല്ല. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു സൂറയിലൂടെ പഠിക്കുന്നത് തന്നെ. അപ്പോൾ എന്ത് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ റബ്ബിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊരു സിൻസിയറിറ്റി നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ വേണം. അതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സൂറ പറഞ്ഞത്. മെയിൻലി ആരാണ് അഹദ് എന്നാണ് ഈ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ സൂറത്ത് നമ്മൾ ശരിക്കും മനസ്സിലെത്തി നമ്മൾ ഈ ഒരു സൂറ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അർത്ഥവും ആശയമൊക്കെ മനസ്സിലെത്തി നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അള്ളാഹുമായിട്ടുള്ളൊരു പ്രത്യേക കണക്ഷൻ, പ്രത്യേക ഒരു ബോണ്ടിങ് ഉണ്ടാകും. നമ്മളിത് ചെറിയ സൂറത്താണ് പെട്ടെന്ന് ഓതി തീരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പാരായണം ചെയ്യുന്നതും, നമ്മൾ ഈ ഒരു സൂറ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് റബ്ബ് എന്നോട് ഈ സൂറയിലൂടെ പറയുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളൊരു വേറെ തന്നെ നെക്സ്റ്റ് ലെവലിലെത്തും. അള്ളാഹുമായിട്ടൊരു പ്രത്യേക കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും അതുപോലെ ഒരു കണക്ഷൻ ഉണ്ടാക്കി തരട്ടെ. ആമീൻ. നമ്മൾ അള്ളാഹുമായിട്ട്, അതായത് ഈ സൂറ നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആകും. അപ്പം എല്ലാത്തിനും അസ്വമത് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ തീരെ ബാധിക്കുക തന്നെ ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അത്രയ്ക്കും
അതായത് നമ്മളുടെ പ്രോബ്ലംസൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി തവക്കൽ ചെയ്ത് കഴിഞ്ഞു, ബാക്കി അള്ളാഹു അതിൻ്റെ കറക്റ്റ് സമയത്ത് നമുക്കത് ചെയ്തു തരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി നമുക്ക് മനസ്സിന് സമാധാനത്തിൽ ഇരിക്കാനും ഈ ഒരു സൂറ നമ്മളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്, ഒരുപാട് നമുക്ക് ഈ വേൾഡിലും ബെനിഫിറ്റാണ്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും പരലോകത്തും നമ്മളുടെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു സൂറത്തും കൂടെയാണല്ലേ. കാരണം നമ്മൾ ഈ സൂറത്ത് 10 പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഭവനം അല്ലെങ്കിൽ പാലസ് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പാലസിൽ നമ്മൾ പോകാൻ കാരണം ആരാണ്? നമ്മുടെ ഈ സൂറത്തുൽ ഇഖ്ലാസാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പാലസുകളും ഒരുപാട് പ്രതിഫലം ജന്നത്തുൽ ഫിർദൗസ് നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് മുമ്പത്തെ സൂറകളായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ഷനും കൂടെ നോക്കാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം തൊട്ട് മുമ്പുള്ള സൂറത്ത് ഏതാണ്? സൂറ അൽ മസദ് അല്ലേ. മസദ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. സൂറ ലഹബ് അല്ലെങ്കിൽ മസദ് എന്നൊക്കെ പറഞ്ഞത് അബൂ ലഹബിനെ കുറിച്ചിട്ടുള്ള സൂറത്താണ് അല്ലേ. ആ ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് അതായത് കെസബ്, ലഹബ്, ഫതബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കൽക്കല അക്ഷരങ്ങളിലാണ് അവസാനിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫീ ചീതിഹ ഹബലും മിൻ മസദ്. അപ്പം മസദ് എന്നുള്ളത് ദാല് വെച്ചിട്ടാണ് സൂറ അൽ മസദ് അവസാനിക്കുന്നത്. എന്നാൽ നമ്മളെ സൂറ ഇഖ്ലാസും സെയിം അതേ ദ എന്നുള്ള സെയിം ലെറ്റർ അഹദുൻ, സമദ്, യൂലദ്, അഹദ് എന്ന് പറഞ്ഞിട്ട് ആ സെയിം സിലബിളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിലൊക്കെ ഭയങ്കര ട്യൂണ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് അറിയാത്തൊരു ഈണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ കുറച്ച് രണ്ട് സൂറ മുമ്പുള്ള സൂറ അൽ കാഫിറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ, നീ പറയുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സൂറ ലഹബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൂടെ പറയുന്നില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ആ ഒരു അബൂ ലഹബ് ലഅനഹുല്ലാനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, എന്താണ് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അവിടെ ഇൻക്ലൂഡ് ആക്കാണ്ട് അള്ളാഹു തന്നെ ആ കാലത്തെ ഫിറഔൻ അതായത് അബൂ ലഹബായിട്ട് സംസാരിക്കുകയാണ്. അതായത് അവൻ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഫാക്റ്റായിട്ട് അങ്ങനെയാണ് സൂറ ലഹബ് പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ എല്ലാ രീതിയിലും പ്രയാസപ്പെടുത്തിയതിന് അതിന് വേണ്ടിയിട്ടൊരു കംപ്ലീറ്റ്ലി അബൂ ലഹബിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാലേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ എങ്ങനെയൊക്കെയാണ് അബൂ ലഹബ് പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. കാരണം തൊട്ട അയൽവാസിയും കൂടെയാണ്. അതായത് വീട്ടിൽ നിന്ന് ഡോർ തുറക്കുമ്പോൾ മുറ്റത്ത് ഒരുപാട് പ്രയാസങ്ങൾ, കല്ലും മുള്ളും വഴിയിൽ കൊണ്ടിടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പ്രചരിക്കുമ്പോൾ പിന്നാലെ നടന്നിട്ട് ഇവന് പ്രാന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അബൂ ലഹബ് വല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകിക്കൊണ്ട് നീ അവനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അബൂ ലഹബിനെ അങ്ങേയറ്റം ഇല്ലാതാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ അതായത് കൂടുതലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു നീ നിൻ്റെ ഫോക്കസിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് സൂറ അൽ ഇഖ്ലാസ്. നമ്മളോടും കൂടെയാണ്. നമ്മൾ ബാക്കിയുള്ള ചരിത്രത്തിലുള്ള സ്റ്റോറികളൊക്കെ കേട്ടിട്ട് നമ്മളുടെ യഥാർത്ഥ വിഷയം അതായത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് സൂറ ഇഖ്ലാസ്. അതുകൊണ്ട് ഈ ഇമ്പോർട്ടൻറ്റ് മിഷനിലേക്ക് നീ ശ്രദ്ധ തിരിക്കുക, നീ നിന്നെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുക, നീ മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ തൗഹീദ് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൂറത്ത് ആരംഭിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷനാണ് യഥാർത്ഥത്തിൽ സൂറ അൽ ഇഖ്ലാസ്.
സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം സൂറ അൽ ഫാത്തിഹ തുടങ്ങിയിട്ടുള്ളതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു വെച്ചിട്ടാണ് അല്ലേ. സൂറ അൽ ഇഖ്ലാസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ അള്ളാഹു ആരാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂറ അൽ ഫാത്തിഹയിൽ റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ അതിനുള്ള ഉത്തരം ആ റബ്ബ് ആരാണ് എന്നാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് തുടക്കത്തിലും അള്ളാഹും റബ്ബാണ്, അവസാനത്തിലും അള്ളാഹും റബ്ബായിട്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടേക്ക് എന്താണ് നമ്മൾക്ക് തൗഹീദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പുള്ള 5-6 സൂറകൾ മുഴുവനായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ കണക്റ്റഡ് ആയിരുന്നു അല്ലേ. അതായത് ആനക്കൽഹം വർഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഖുറൈശ് സൂറ അവരുടെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സൂറ ഫത്ഹ് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറ അൽ മസദിലൂടെ ലഹബിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിലേക്കുള്ള ഒരു എത്തിനോട്ടായിരുന്നു. പക്ഷെ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്താണെന്ത്, ഇങ്ങനത്തെ എല്ലാതും നമ്മുടെ ലൈഫിൽ നമ്മളോടും പറയണം. നമ്മുടെ ലൈഫിൽ പല കോൺഫ്ലിക്ട്സും വന്ന് മറിഞ്ഞു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥ പോയിന്റിൽ നിന്നും തെന്നി മാറിപ്പോകരുത്. നമ്മൾ തൗഹീദ് പറയുന്ന ആളുകളാണ്. ആ തൗഹീദിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. നമ്മളുടെ വീട്ടിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിലെ ഇഷ്യൂസ് ഒന്നും നമ്മളുടെ ഈ ഒരു അജണ്ടയിൽ നിന്നും നമ്മളെ പിന്മാറ്റി കളയരുത്, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ എടുത്ത് കളയരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് സൂറ അൽ ഇഖ്ലാസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാലേ, പ്രവാചകനാകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. റസൂലായതിനു ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതിനു ശേഷമാണ് എന്തുണ്ടായത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർ പൈസക്കോ അല്ലെങ്കിൽ എന്താ പറയുക സമ്പത്തിനോ അല്ലെങ്കിൽ സ്ഥലത്തിനോ സന്താനത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല അവർ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതില്ലേ. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ലെഗസി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സുന്നത്തുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സൂറകൾ കമ്പൈൻ ചെയ്തിട്ട് നമസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യാറുണ്ട്. നമുക്കറിയാം സൂറ അൽ ഗാഷിയയും സൂറ അൽ ആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അല്ലേ നമുക്കറിയാം ജുമാ നമസ്കാരങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലൊക്കെ കമ്പൈൻ ചെയ്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ സൂറ അൽ ഫലഖും സൂറ അന്നാസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ ഈ രണ്ട് സൂറകൾ അത് അള്ളാഹു ഖുർആനിലും അടുത്താണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അതും ഒരുമിച്ചിട്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ സൂറ അൽ ഇഖ്ലാസിനോടൊപ്പം ഏത് സൂറത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുള്ളത്? അൽ കാഫിറൂൻ. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് സൂറത്തും യഥാർത്ഥത്തിൽ എന്താ പറയുക, അടുപ്പിച്ചിട്ടല്ല വെച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ട് സൂറത്തിനും തൗഹീദ് എന്നുള്ള നാമമുണ്ട്. കാരണം രണ്ട് സൂറത്തും തൗഹീദാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അൽ കാഫിറൂനിൽ നമ്മൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്ന് പറയുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ഫത്ഹിലൂടെ, അതായത് ആരുടെ ദീനാണ് വിജയിക്കുന്നത് എന്ന് സൂറ അൽ ഫത്ഹിലും അല്ലെങ്കിൽ സൂറ നസ്റിലും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷമുള്ള സൂറ ലഹബിലൂടെ പറയുന്നുണ്ട് ആരുടെ ദീനാണ് നശിച്ചു പോവുക, അതായത് അബൂ ലഹബിൻ്റെ ദീന് നശിച്ചു പോവുക. അതായത് സൂറ അൽ കാഫിറൂന് നമ്മൾ ഒരു ഇതിൻ്റെ മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലതു ഭാഗത്ത് ഫത്ഹും ഇടതു ഭാഗത്ത് ലഹബും ആണെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ പോകുന്നത് ഫത്ഹിൻ്റെ അല്ലെങ്കിൽ നസ്റിൻ്റെ ദീനാണ്, അല്ലെങ്കിൽ സൂറ നസ്റിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ദീനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറ ഇഖ്ലാസിലെ അള്ളാഹു ആരാണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം സൂറ അൽ ഫലഖിലും സൂറ അന്നാസിലും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര കണക്ഷനാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഓരോന്നും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തതായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂറ ഇഖ്ലാസിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ നമസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നതും സൂറ അൽ ഇഖ്ലാസിലൂടെയാണ്. എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ
എപ്പോഴും സൂറ അൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും സൂറ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിലും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അവസാനമായിട്ട്, അതായത് നമുക്കറിയാം ഒരു ദിവസത്തിലെ ഏറ്റവും അവസാന നമസ്കാരം വിത്ർ നമസ്കാരമാണ് അല്ലേ. ആ വിത്ർ നമസ്കാരത്തിൽ നമ്മൾ രണ്ടും ഒന്നും ആയി നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റക്അത്തിൽ ഫസ്റ്റിൽ നമ്മൾ സൂറ അൽ അല പാരായണം ചെയ്യും, പിന്നെ അൽ കാഫിറൂൻ പാരായണം ചെയ്യും, പിന്നെ അവസാനം ഒറ്റ ഒന്നായിട്ട് നമ്മൾ നമസ്കരിക്കുന്ന ആ വിത്ർ നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുള്ള സൂറ അൽ ഇഖ്ലാസ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര കണക്റ്റഡ് ആണ് ഈ ഒരു സൂറ അൽ ഇഖ്ലാസും സൂറ അൽ കാഫിറൂൻ. ഇനി സൂറ അൽ കാഫിറൂനിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അല്ലെങ്കിൽ പിന്നെ വലാ അന ആബിദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് എന്ന് പറയുന്നില്ല. ആരാണ് ആ അമേസിങ് എൻറ്റിറ്റി, ഞാൻ ആരാധിക്കുന്നവൻ ആരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ അൽ കാഫിറൂനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു സൂറയുടെ അല്ലെങ്കിൽ ആരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരികയാണ്, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ സൂറ അൽ ഇഖ്ലാസ്. അതുകൊണ്ടാണ് സൂറ അൽ കാഫിറൂൻ കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തീകരിക്കുന്നത്. അവിടെ ഫുള്ള് നെഗറ്റീവായിട്ട് എല്ലാതും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നുള്ള നെഗറ്റീവ് ആണെങ്കിൽ, ഇവിടെയൊക്കെ ആ ഒരു എൻറ്റിറ്റി ആരാണെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറിങ് ആണ് സൂറ അൽ ഇഖ്ലാസിലൂടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരുപാട് നാമങ്ങളുണ്ട് സൂറ അൽ ഇഖ്ലാസിന്. അതിലുള്ള ഒരു നാമമാണ് മുഖശ്ഖിഷ്. മുഖശ്ഖിഷ് എന്നുള്ളത് ഒരു നാമമാണ്. അതായത് തക്ഷീഷുൽ മരീദ് എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും ഒരു രോഗിയുടെ അസുഖം ഭേദപ്പെടുന്നതിനാണ് പറഞ്ഞത്. കംപ്ലീറ്റ്ലി ആ അസുഖം തന്നെ ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതിനാണ് ഈ ഒരു വാക്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂറ അൽ ഇഖ്ലാസ് കംപ്ലീറ്റ്ലി നമ്മുടെ ഹൃദയത്തിലുള്ള ഷിർക്ക് എന്നുള്ള ഫുള്ള് മാറ്റും. കാരണം നമ്മളത് അങ്ങനെയും ഇൻറ്റേർണലൈസ് ചെയ്താൽ എന്താണ് ഈ സൂറത്ത് പറഞ്ഞത്, ആരാണ് അഹദ സ്വമദൊക്കെ നമ്മൾ നന്നായിട്ട് ഭയങ്കര മനസ്സാന്നിധ്യത്തോടു കൂടി മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇത്തിരി പോലും നമുക്ക് ഷിർക്ക് എന്നാണ് ഈ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ ഒരു പേര് സൂറ അൽ കാഫിറൂൻ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മറ്റ് നാമങ്ങൾ ജസ്റ്റ് പേരുകൾ പറഞ്ഞു പോവാട്ടോ. സൂറത്തു തഫ്രീർ എന്ന് പറയുന്നുണ്ട്, സൂറത്തു തൗഹീദ് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ സൂറത്തുൽ മഅരിഫ, അള്ളാഹുവിനെ അറിയുന്ന അല്ലെങ്കിൽ ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞ സൂറത്താണ്. പിന്നെ സൂറ സ്വമദാണെന്ന് പറയുന്നുണ്ട്. സൂറ അസാസ് എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ ഈ ഒരു പേരാണ് എസെൻസിൽ, അല്ലെങ്കിൽ അള്ളാഹു അഹദാണ്. നമുക്കറിയാം എല്ലാം അള്ളാഹു പെയേർഡാക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാതും ജോഡികളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഒറ്റയാണ്, അള്ളാഹു ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൽ മുഖശ്ഖിഷ് എന്നും ഈ ഒരു സൂറയ്ക്ക് അറിയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ആളുകൾ ഷിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാൽ എന്ന് പറയുന്നുണ്ട്. അതായത് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ആകാശം ഓൾമോസ്റ്റ് കയറി തുറക്കും. അതായത് ആ ഒരു രോഷത്തിൽ അവർ എന്താണ് ഈ മനുഷ്യന്മാർ ചെയ്യുന്നത്, കാരണം അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ആ ശക്തി, അള്ളാഹുവിൻ്റെ ആ ഒരു പവർ, അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യർക്ക് മാത്രമാണെന്ത് ആ ഒരു അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഷിർക്ക് ചെയ്യുമ്പോൾ ആകാശമൊക്കെ പൊട്ടിപ്പിളരാണ്. അതുപോലെ തന്നെ ഭൂമിയും റിട്ടോപ്റ്റൺ നമ്മൾ കീറി തുറക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെ മലകളൊക്കെ പൊടിഞ്ഞു പോവാറാകും. അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള തെറ്റാണ് മനുഷ്യർ ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എല്ലാത്തിനെയും, അതായത് ഇവരൊക്കെ ഇങ്ങനെ ഇൻടാക്റ്റ് ആക്കി വെക്കുന്നത് ഏത് സൂറത്താണ്? സൂറ അൽ ഇഖ്ലാസ് ആണ്. നമുക്കറിയാം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൻ്റെ ഒരു സൈനാണെന്ത്, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളും മരണപ്പെട്ടു പോകുമെന്നുള്ളത് അല്ലേ. അതിന് ശേഷമാണെന്ത് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളൊക്കെ തുടക്കം ഇടുന്നത്. ഇനി ഇവർ പറഞ്ഞ പോലെ ഈ ഷിർക്കൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ
ഒരു ഒരു ദൈവത്തിനേക്കാളും കൂടുതൽ നമുക്കറിയാം, ഒരു കമ്പനിയിൽ രണ്ട് സെയിം പവറുള്ള രണ്ട് മാനേജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ രണ്ട് അഭിപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി പെട്ടെന്ന് തകർന്നു പോകും അല്ലേ. അതേപോലെ തന്നെയാണ് ഒരു ഒരു ഈ ഒരു പ്രപഞ്ചത്തിന് രണ്ട് ദൈവം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആകാശത്തും ഭൂമിയിലും ആകെ ഫസാദ് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാഷും കോൺഫ്ലിക്ട്സും ഒക്കെ നടക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്തിൽ അഹദ് നമ്മൾ ഓർമ്മപ്പെടുത്താണ്, അള്ളാഹു മാത്രമാണ് എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും എന്താണ് ദൈവമായിട്ടുള്ളത്. അവൻ അഹദാണ് എന്നീ സൂറ നമ്മളെ ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ സൂറക്കുള്ള മറ്റൊരു നാമമാണ് സൂറത്തു നൂർ. നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു വെളിച്ചമുണ്ട്. ഖുർആൻ്റെ വെളിച്ചം ഖുൽ ഹുവല്ലാഹു അഹദാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറഞ്ഞത് നമുക്കറിയാം സൂറത്തുൽ ബഖറയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, ഈ ഒരു ചെറിയ സൂറത്ത്, വെറും 4 ആയത്തുള്ള ഈ ഒരു ചെറിയ സൂറത്ത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് മനസ്സിലാക്കിയാൽ നമുക്ക് യഥാർത്ഥത്തിൽ തൗഹീദ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ സബബുൻ നുസൂൽ അല്ലെ. എന്തുകൊണ്ടാണ് ഈ സൂറത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ളത്? ഇവിടെ മക്കിയാണോ മദനിയാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകൾ പറയുന്നത് മക്കി സൂറയാണ്. കാരണം നമുക്കറിയാം അല്ലേ, തൗഹീദ് സ്ഥാപിക്കുന്നത് ആദ്യം മക്കയിലായിരുന്നു. മദീനയിലെത്തിയപ്പോൾ ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുക്കുമുകൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ എത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുശ്രിക്കുകൾ അവർ അള്ളാഹു ദൈവമാണെന്ന് അവർക്കറിയാം. ആരാണ് ആകാശഭൂമി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവർ അള്ളാഹു എന്ന് പറയും. പക്ഷേ അവരുടെ അള്ളാഹ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള കൺസെപ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവരൊരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സിഫ് ലനാ റബ്ബക്, നിൻ്റെ റബ്ബിനെ കുറിച്ചിട്ട് നീ എന്താ റബ്ബിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്താണ് റബ്ബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നീ പറ എന്ന് പറയുന്നുണ്ട്. അവൻ ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ ദൈവങ്ങളൊക്കെ അവർ അങ്ങനെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് അവരവരുടെ കൈ കൊണ്ടുണ്ടാക്കുകയാണ്. നിൻ്റെ റബ്ബിൻ്റെ ലീനേജ് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തർക്കിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇതിൽ പറയുന്നുണ്ട്, എല്ലാതും അള്ളാഹു ആണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഈ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് അള്ളാഹുവിനെ ക്രിയേറ്റ് ചെയ്തതെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് നൽകി എന്നും ഒരഭിപ്രായമുണ്ട്. ഇനി അതുപോലെ തന്നെ മദീനയിലാണെന്ന് പറയപ്പെടാനുള്ള കാരണം ഇതേപോലത്തെ ഒരു ചോദ്യം മദീനയിൽ ഒരു ജൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൂറത്തുൽ ഫലഖ് നാസും പറഞ്ഞ പോലെ തന്നെ 2 പ്രാവശ്യമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ദർഭികമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറ വീണ്ടും എത്തിച്ചു കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് മക്കിയായ സൂറയാണ് എന്നും മദീനയിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും പറയാനുള്ള കാരണം. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതാണ് ഈ ഒരു സൂറത്തിൻ്റെ റീസൺ ഫോർ റെവല്യൂഷൻ. ഇനി അവസാനമായിട്ട് ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാനുണ്ട്. അതായത് ഈ സൂറത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഹുബ്ബ് എന്ന് തന്നെ പറയാം, ഭയങ്കര സ്നേഹമായിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരാളെ, അതായത് ഒരു സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പട്ടാളത്തിൻ്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഇമാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് നമസ്കാരത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഇമാമായിട്ട് നിൽക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂറ ഫാത്തിഹ പാരായണം ചെയ്യും, പിന്നെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറ പാരായണം ചെയ്യും, അവസാനം എന്താക്കും, സൂറ ഇഖ്ലാസ് പാരായണം ചെയ്യും. എപ്പോഴും ഇത് തന്നെയാണ്, എല്ലാ നമസ്കാരത്തിലും അവരിങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അവർ തിരിച്ചു വരുമ്പം, അതായത് ഇവർക്ക് ഒന്നും അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ചിട്ടുള്ള ഇമാമാണ്. റസൂൽ എന്തായാലും ഏറ്റവും ബെസ്റ്റാണ് ചൂസ് ചെയ്യാമെന്ന് സഹാബാക്കൾക്കൊക്കെ അറിയാം. പക്ഷേ ഇവരുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ എപ്പോഴും സൂറ ഇഖ്ലാസ്, അത് ശരിയാണോ, അത് സുന്നത്താണോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചവർ മദീനയിലെത്തിയ സമയത്ത് റസൂലിനോട് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സൂറത്ത് ഭയങ്കര ഇഷ്ടമാണ്, അന്നഹ സിഫത്തുർ റഹ്മാൻ
ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹ എന്ന് പറഞ്ഞു. എനിക്ക് ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ്റെ സിഫത്തുകളാണ് ഈ ഒരു സൂറത്ത് പറയുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനോട് പറയാം, ഇഖ്ബിറൂഹു അന്നല്ലാഹ തആല യുഹിബ്ബുഹു, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് നീ അവനോട് പറയാമെന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചോക്കാം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള സൂറത്താണെന്ത്? സൂറത്തുൽ ഇഖ്ലാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്തുള്ള സൂറത്ത് ഏതായിരുന്നു? സൂറ അൽ കൗസർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ, അൻസാറിലൊരാൾ, നേരത്തെ നമ്മൾ പറഞ്ഞ നമസ്കാരത്തിൻ്റെ അവസാനത്തിലാണെന്ത് ഇയാൾ സൂറ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. ഇവിടെ ഈ അൻസാറായിട്ടുള്ള ആൾ, ഇവർ മസ്ജിദുൽ ഖുബയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സൂറ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ടാണ് പിന്നെ വേറെ ഏതൊരു സൂറയും പാരായണം ചെയ്യാം. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് ചോദിച്ചു. ഒന്നെങ്കിൽ നീ ഈ സൂറത്ത് മാത്രം പാരായണം ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത്, രണ്ടും കൂടെ മിക്സ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ പാരായണം ചെയ്യാൻ പോകുന്നുള്ളൂ, ഞാൻ ഇത് നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഒഴിവായിക്കോളൂ, പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച ആളായതുകൊണ്ട് അയാൾ ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര ഉഷാറാണ് അല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബിക്കോസ് ഐ ലവ് ദ സൂറ, എനിക്ക് ഈ സൂറ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താണ്? നിന്റെ ഈ സൂറയോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ട് ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അതാണല്ലേ. അല്ലാഹുമ്മ അസ്അലുക ഹുബ്ബക എന്ന് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ അൻഫുസിന എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളൊരു പാഠം നമുക്ക് ലഭിച്ചു. സുബ്ഹാനല്ലാഹ്. അടുത്തതായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാകുന്നത് എന്താണ്? ഈ ഒരു സൂറ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകളാകുക. എന്തുകൊണ്ട് പാരായണം ചെയ്യുന്നു? എൻ്റെ റബ്ബിനെ എന്നെ ഇഷ്ടപ്പെടാൻ, അതുപോലെ തന്നെ എൻ്റെ റബ്ബിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ എനിക്ക് പ്രവേശിക്കാനും കൂടെയാണ് ഞാൻ ഈ ഒരു സൂറ പാരായണം ചെയ്യുന്നത് എന്ന് നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമുക്ക് സൂറയിലേക്ക് ചെറുതായിട്ട് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തിആദയോട് കൂടി നമുക്ക് തുടങ്ങാം. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എടുക്കുകയാണ് റജീമായിട്ടുള്ള ശൈത്താനിൽ നിന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്ക് ആദ്യം മുഴുവനായിട്ട് സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഖുൽ, സേ അല്ലെങ്കിൽ പറയുക. എന്താ പറയണ്ടേ? ഹുവല്ലാഹു, അവൻ അല്ലാഹു, അഹദ്, ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു അവനെ അനാശ്രയനാണ്, ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യലിദ്, അവൻ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, ആരുടെയും സന്തതിയായിട്ട് ജനിച്ചിട്ടുമില്ല എന്നർത്ഥം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് അല്ലെങ്കിൽ അവന് തുല്യനായിട്ട് ആരും ഇല്ല താനും. ഇതാണ് നമ്മളുടെ സൂറ അൽ ഇഖ്ലാസ്. നമ്മൾ ജസ്റ്റ് ഒരു ഷാലോ മീനിങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് കുൽ എന്നുള്ള വാക്ക് നമുക്കറിയാം അല്ലേ. കുൽ എന്ന് പറഞ്ഞാൽ പറയുക. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. കുൽ എന്നുള്ളതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് വരും അല്ലേ. ഒന്ന് എന്ന് പറഞ്ഞാൽ കമാൻഡായിട്ട് തന്നെ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് മുമ്പായിട്ട് അള്ളാഹ് എന്നുള്ള വാക്കിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കാം. ഇവിടെ അള്ളാഹ് എന്നുള്ള വാക്ക് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ അറബിക് വാക്കുകൾക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ വേറൊരു വാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ള വാക്ക്, അതല്ലെങ്കിൽ ഒറിജിനലായിട്ട്. അതായത് ഒന്ന് പറഞ്ഞാൽ
മുഷ്തഖ് എന്ന് പറയും. അതായത് വേറൊരു വാക്കിൽ നിന്ന് വരുന്നത് നമ്മൾ മുഷ്തഖായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്തിഖാഖ് എന്ന് പറയും. പക്ഷെ ഒറിജിനലായിട്ട് അതന്നെ, അതായത് ചില വാക്കുകൾ അതന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ എന്താണ് എന്താണ് ഫലം എന്നൊക്കെ പറഞ്ഞതുപോലെ അതേപോലെ എന്താണ് പറയുക, ചില വാക്കുകൾ അതന്നെയായിരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഫോം. അത് നമ്മൾ പറയാം അസ്മാ ഉൽ ജാമിദ എന്ന് പറയും, ഒറിജിനൽ നെയിമിന്. അങ്ങനെ ഈ അള്ളാഹ് എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചിലത് പറയുന്നത് മറ്റൊരു വാക്കിൽ നിന്നും അലഹ അല്ലെങ്കിൽ എന്താണ് അലിഹ എന്നുള്ള വാക്കിൽ നിന്നാണ് അള്ളാഹ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ അള്ളാഹ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്താണ് ഒരു ഒറിജിനൽ വേർഡ് തന്നെയാണ്, അതിന് വേറെ ഒന്നും തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാനില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അള്ളാഹു ആലം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മുഷ്തഖ് അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ നിന്നും എന്ന് പറഞ്ഞതിൽ എന്താണ് അൽ പ്ലസ് ഇലാഹാണ് അള്ളാഹ്. അതായത് അൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ദ എന്ന് പറയണ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ദ ഗാഡ് എന്ന് പറയാനാണ് നമ്മൾ അൽ അൽ ഇലാഹ് എന്നുള്ള അള്ളാഹ് എന്ന് പറയുന്നത്. എന്നാൽ എന്താ പറയുക, അതിൽ നിന്ന് തന്നെ ഈ ഇലാഹ് എന്നുള്ള വാക്കിന് തന്നെ രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അലഹ, അലഹ എന്ന് പറഞ്ഞാൽ അലഹ ലഹ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓഫ് വർഷിപ്പ്. അതായത് അലഹ ഈ ഒരു എൻറ്റിറ്റിനെ, ഈ ഒരു എന്താണോ ഉള്ളത് ആ ഒരു ശക്തിയാണെന്ത് നമ്മളുടെ ആരാധനക്ക് ഉള്ള ഫോക്കസ്, അതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നർത്ഥം. ഇനി അലിഹ എന്ന് പറഞ്ഞ വാക്കിന് ഒരു കുട്ടി അതിൻ്റെ ഉമ്മാൻ്റെ പാലിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അല്ലേ. ആ കുട്ടി ആ പാല് തേടിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും. അതിനാണ് ഈ അലിഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ദ വൺ ടു ഹോം പീപ്പിൾ ടേൺ ഡെസ്പറേറ്റ്ലി. അതായത് ആളുകൾ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പ്രയാസപ്പെടുമ്പോൾ എന്താണ് അവനിലേക്ക് എല്ലാവരും ഡെസ്പറേറ്റ് ആയിട്ട് അങ്ങേയറ്റം ആവശ്യത്തോടു കൂടി തിരിയുന്നതിനാണ് ഈ ഒരു അൽഹ എന്നുള്ള ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു എന്ന് പറഞ്ഞാൽ ദ വൺ ടു ബി വർഷിപ്ഡ് അല്ലെ, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ, ആളുകൾ അനുസരിക്കുന്നവൻ, അതുപോലെ തന്നെ ആളുകൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരിയുന്നവൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഒറിജിനൽ ഫോമാണ് ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ നെയിം അള്ളാഹു എന്നുള്ള വാക്ക് എല്ലാ ഭാഷയിലും കോമൺ ആണ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കും കൂടെയാണ്. എല്ലാവർക്കും, എല്ലാ നാട്ടിലുള്ളവർക്കും, ഈ ഒരു മുസ്ലിമായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യാ വലദ്, യാ റഹ്മാൻ, യാ അസീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അൽ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നില്ല. യാ അൽ വലതു പറയില്ല. അല്ലെങ്കിൽ അത് എന്താ പറയുക, അറബി ഗ്രാമറിൽ അങ്ങനെയാണ്. യാ അർ റഹ്മാൻ, യാ അൽ അസീസ് എന്ന് പറയില്ല. നമ്മൾ അവിടെ ആ അൽ ഒഴിവാക്കും. പക്ഷെ അള്ളാഹ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അൽ ഇലാഹ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യാ ഇലാഹ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ യാ അള്ളാഹ് എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാക്ക് ഖുർആനിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ തന്നെ സ്പെഷ്യൽ നെയിം ആയതുകൊണ്ട് അത് ഒറിജിനൽ ഫോം ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും അല്ലെ. ഖുർആനിൽ കുറേ ദുആകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളൊക്കെ ഉണ്ട് അള്ളാഹുമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ആ ഒരു ഇസ്മുൽ ജലാലിന് ആ ലാമിനൊരു പ്രത്യേക എംഫസൈസ് ഒക്കെ ഉണ്ട്. അത് വേറെ ഒരു എന്താണ് വേർഡിനും അങ്ങനത്തെ ഒരു എംഫസൈസിങ്ങും ഒന്നുമില്ല. അപ്പം അത്രയും എന്താണ് സ്പെഷ്യൽ ആൻഡ് എന്താ പറയുക യുണീക്കാണ് അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്നുള്ള നാമം. ലഫ്ദുൽ ജലാൽ ആ ലാം എന്നുള്ള അക്ഷരത്തിന് തന്നെ പ്രത്യേക ഒരു ഹെവിനെസ് ഉണ്ട് അല്ലേ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ആക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വാക്ക് ഒരു സ്പെഷ്യൽ വാക്ക് തന്നെയാണ് അറബിക്കിൽ അറബി ഗ്രാമറിലും ഒക്കെ അള്ളാഹ് എന്നുള്ളൊരു വാക്ക് സ്പെഷ്യലാണ്, അത് ഒറിജിനൽ ഫോമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അള്ളാഹു. ഓക്കെ. അപ്പോൾ എല്ലാ നാടുകൾക്കും ഒരു ലോക്കലായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന നാമാണ് അള്ളാഹ്. ഇനി നമ്മൾ ആയത്തിലേക്ക് വേർഡ് ബൈ വേർഡിലേക്ക് പോവാണ്. അപ്പം ഒൽ എന്ന് പറഞ്ഞാൽ എന്താണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് നബിയെ പറയുക. ഇവിടെ ഫസ്റ്റ് ഒരു കമാൻഡാണല്ലേ, നീ പറയുക എന്നുള്ളത് ഒരു കമാൻഡാണ് അല്ലെങ്കിൽ ഒരു ആജ്ഞയാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയണം എന്താണ് പറയേണ്ടത്. നബിനെയും കൂടെ പഠിപ്പിച്ചിട്ടാണ് അള്ളാഹു പിന്നീട് പറയാൻ പറഞ്ഞത്. എന്താ പറയുന്നത്? ഹു അല്ലാഹു അഹദ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ് നീ ജനങ്ങളോടും കൂടെ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഹു അല്ലാഹു അഹദ്. അപ്പൊ രണ്ട് കാര്യമുണ്ട്. ഖുൽ എന്ന് പറഞ്ഞത് ഒരു കമാൻഡാണ്. രണ്ടാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഖുൽ എന്ന് പറയുന്നത്. ഇനി ഹുവ, നമ്മൾ നോർമലി ഹുവ അല്ലെങ്കിൽ അവൻ എന്നെപ്പോഴാ പറയാ? നമ്മളിപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ അവൻ നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പം ഓൾറെഡി ആ ഒരു ആള് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അവൻ എന്നെടുത്ത് പറയുന്നത് അല്ലേ. അപ്പൊ ആരെയാണ് പറഞ്ഞത് ഓൾറെഡി അറിയാം. നമ്മള് കോമൺലി അവൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് നമുക്ക് ആരെയും അറിയില്ല അല്ലേ. അപ്പം ഖുറൈശികൾക്ക് ഓൾറെഡി അള്ളാഹുവിനെ അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ന് പറഞ്ഞിട്ട് അവൻ അള്ളാഹു ആകുന്നു പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ അള്ളാഹു ഏകനാകുന്നു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ നേരത്തെ തന്നെ ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പറഞ്ഞില്ല, ആരാണ് ആകാശം ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന് പറയും. പക്ഷെ അവർക്ക് അള്ളാഹുവിലുള്ള ആ തൗഹീദാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കാൻ പാടൂ എന്നുള്ളതാണ് അവർക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ കുറച്ചൊക്കെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹുവ എന്നുള്ളത് മുബത്തദ, അതായത് സബ്ജക്റ്റായിട്ടും അള്ളാഹു എന്നുള്ളത് ഖബറായിട്ടും വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അഹദ് എന്നുള്ളത് ഖബർ സ്ഥാനി, രണ്ടാമത്തെ ഖബറായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഹുവ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അവൻ അള്ളാഹു ആകുന്നു, അവൻ ഏകനാകുന്നു, അങ്ങനെയും പറയാം എന്നും അഭിപ്രായമുണ്ട്. ഹു അള്ളാഹു ഹുവ അഹദുൻ, അങ്ങനെയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അൽ അഹദിനെ കുറിച്ചിട്ടാണ്. അൽ അഹദ് എന്ന് പറഞ്ഞാൽ ദ വൺ ആണ്. പക്ഷെ അള്ളാഹു ഇവിടെ ഖുർആനിൽ ഈ ഒരു സൂറത്തിൽ അഹദ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അഹദ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഖുർആനിൽ എവിടെയും അള്ളാഹുനല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. അള്ളാഹുന് മാത്രമാണ് ഈ ഒരു അഹദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ, അള്ളാഹു അഹദുക്കും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് പറയാ, വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, അങ്ങനെയൊക്കെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അഹദുൻ എന്ന ഒറ്റക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള ഉപയോഗം അള്ളാഹുന് മാത്രമാണ്. അതായത് നെഗറ്റീവായിട്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുനെ അല്ലാതെ എന്താണ് വേറെ ആരെയും എന്താണ് നമ്മൾ ഇബാദത്ത് ചെയ്യരുത്, അത് ഷിർക്കാണെന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ എന്താണ് എന്താണ് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നിങ്ങൾ ആരും നിങ്ങളുടെ ബ്രദറിൻ്റെ എന്താണ് ലഹ്മ ഇറച്ചി കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞിടത്തും അവിടെയും അഹദുക്കും എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് പറയുക, അത് ഒന്നെങ്കിൽ അള്ളാഹു നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അഹദുക്കും ഉപയോഗിക്കും. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക നെഗറ്റീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അഹദ് എന്നുള്ള ഈ ഒരു സൂറത്തിൽ മാത്രമാണ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളതും അത് അള്ളാഹുവിൻ്റെ യൂണിക്ക്നെസ്സാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ബാക്കി എല്ലായിടത്തും അള്ളാഹു നെഗറ്റീവായിട്ടാണ് ഈ ഒരു അഹദ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലാത്തരം ഈ ഒരു സൂറ ഒരു യൂണീക്ക് സൂറയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അഹദ് എന്നുള്ള വാക്കിൻ്റെ റൂട്ട് ലെറ്റർ വഹദ് അല്ലെങ്കിൽ വഹദ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ തന്നെ പറയുന്നുണ്ട് അഹദ് എന്നുള്ളത് സ്പെഷ്യലായിട്ട് അഹദ് തന്നെയാണ് അതിൻ്റെ റൂട്ട് ലെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വഹദിൻ്റെ മീനിങ് നോക്കാം. അതായത് ഒരാൾ അയാൾ ഒരു ഇൻഡിവിജ്വൽ, അതായത് അയാൾ ഏകനാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു എന്താണ് പറയുക കുടുംബമോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു ഗോത്രമോ ഒന്നുമില്ലാതെ അതൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് പറയുന്ന വാക്കാണ് വഹദ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അത് അള്ളാഹു എന്താ പറയുക, അത് നോർമലി മനുഷ്യന്മാർക്ക് പറഞ്ഞ വേർഡാണ് വഹദ്. പക്ഷെ അള്ളാഹു ഇവിടെ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്,
അള്ളാഹു അഹദ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാത്തൊരു വാക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അഹദ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരും അള്ളാഹും തമ്മിൽ ഒരിക്കലും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നത്തിങ് ക്യാൻ ബി കമ്പയർ ടു അഹദ്. അതിനെ ഒന്നും തന്നെ ഈ അഹദിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു വേർഡില്ല. അതിന് കമ്പയർ ചെയ്യുന്നൊരു വേർഡില്ല. കംപ്ലീറ്റ്ലി ഏറ്റവും ഹയ്യസ്റ്റ് വേർഡാണ്. അതിന് ഈക്വൽ ആയിട്ടോ അതിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയ്ക്കും ഹയ്യസ്റ്റ് പോസിബിൾ വേർഡാണ് അഹദ് എന്ന് പറഞ്ഞത്. അതാണ് അള്ളാഹു. ആരാണ് അള്ളാഹു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിശദീകരണമായിട്ട് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് സത്യം പറഞ്ഞാൽ അറബ് ലോകത്ത് അത് വലിയൊരു ഭൂമികുൽക്കം ഉണ്ടാക്കും. കാരണം അള്ളാഹുവിനെ എല്ലാവർക്കും വിശ്വസിക്കാം, പക്ഷെ അള്ളാഹു അഹദാണ് എന്ന് വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം അവരുടെ ദൈവം എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ദൈവമുണ്ട്, കല്ലിലും മുള്ളിലും അവരുടെ ശരീരത്തിലൂടെ കൂടെയൊക്കെ ദൈവം പോകുന്നുണ്ട് എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരതേപോലെ തന്നെ ദൈവം സന്താനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആ സന്താനം വഴി ദൈവത്തിൻ്റെ സ്നേഹം എടുക്കാമാണെങ്കിൽ ആ സന്താനം വഴി എന്തെങ്കിലും തെറ്റുകൾ പൊറുക്കപ്പെടാൻ ചോദിക്കാം എന്നൊക്കെയാണ് അവരുടെ ധാരണ ഉണ്ടായിരുന്നത്. അവരൊരിക്കലും അഹദിനെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് എന്ന് പറഞ്ഞിട്ടാണ് പറയാ ആ ശത്രുക്കളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ. അഹദ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉമയ്യക്ക് ഭയങ്കര ദേഷ്യം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിലാലുള്ളാന്റെ ഹാർട്ടിലത് അത്രയ്ക്കും സ്റ്റക്കായിരുന്നു. അഹദ് എന്നുള്ള ആ ഒരു അഹദ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൊരു പദവി എത്രയാണ്. ഏറ്റവും ഫസ്റ്റ് മുഅദ്ദിനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂസ് ചെയ്തത് നമ്മളുടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണല്ലേ. സുബ്ഹാനല്ലാഹ്. അത് ഈ ഒരു അഹദിൻ്റെ പവറാണ്. ഈ അഹദിനെ നമ്മൾ ഇൻ്റർനലൈസ് ചെയ്താൽ ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് ഖൈറ് മാത്രം ലഭിക്കുള്ളൂ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി നെയിം, അതാർക്കും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും കോംപ്ലക്സ് മീനിങ് ഉള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിമാണ് അഹദ്. മറ്റ് നാമങ്ങളൊക്കെ നമുക്ക് ആർക്കും കണക്ട് ചെയ്യാം. അതായത് അള്ളാഹു അലീമാണെന്ന് പറയുമ്പോൾ മനുഷ്യരിലും അറിവുള്ള ആളുകളുണ്ട് അല്ലേ. അള്ളാഹു ബസീറാണെന്ന് പറയും, അതേപോലെ തന്നെ മനുഷ്യരിലും ബസീർ കാണുന്നവരുണ്ട്. അള്ളാഹു ഖവിയാണെന്ന് പറയുമ്പോൾ മനുഷ്യരിലും പവറുള്ള ആളുകളുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ അവിടെയൊക്കെ ആ രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു അൽ ബസീർ എന്ന് പറയുമ്പം ശരിക്കും നമ്മൾ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വലില്ലാഹുൽ മസലുൽ അഅല. അവിടെ നമ്മൾ എന്താ കമ്പയർ ചെയ്യേണ്ടത്? അള്ളാഹു അൽ ബസീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെന്നും എപ്പോഴും എല്ലാതും എല്ലാ സെക്കൻഡിലും കാണുന്നവനെന്നർത്ഥം. നമ്മൾ എപ്പോഴെങ്കിലും ചിലത് കാണുള്ളൂ അല്ലേ. നമ്മൾ ചിലപ്പം കണ്ടതന്നെ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കണ്ണിനെ ചിലപ്പം മറഞ്ഞിട്ട് നമ്മൾ കാണേണ്ടത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അള്ളാഹു അൽ അലീം എന്നുള്ള വാക്കെടുക്കുക. ഓക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ അലീം എന്ന് പറഞ്ഞ അറിവ്, അതിനൊരു തുടക്കമില്ല, അതിൻ്റെ അവസാനമില്ല. അതാണ് ഒന്നാമതായിട്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ടൈംലെസ് ആണ്, അതിന് തുടക്കമോ അവസാനമോ ഇല്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് അതിന് ലിമിറ്റില്ല. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ലിമിറ്റ് നമുക്ക് ആർക്കും അറിയില്ല, അത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മളുടെ അറിവ് വളരെ പരിമിതമാണല്ലേ. എന്നാൽ തന്നെ നമ്മൾ ഭയങ്കര അഹങ്കാരികൾ, നമുക്കതൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് തന്നെ. അപ്പോൾ അള്ളാഹു അല്ലാത്തതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, അള്ളാഹു മാത്രമാണ് അൺലിമിറ്റഡ് നോളജ് ഉള്ളവൻ. മൂന്നാമതായിട്ട് നമ്മളുടെ അടുത്തുള്ളതൊക്കെ നമുക്ക് അള്ളാഹു തന്നതാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള ഇൽമ് നമുക്ക് ലഭിക്കുന്നു. പക്ഷെ അള്ളാഹു അൽ അലീം എന്ന് പറയുമ്പോഴും അള്ളാഹുവിന് എല്ലാ നോളജും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു 3 പോയിന്റ് നമ്മൾ എല്ലായിടത്തും വെച്ചാലും നമുക്ക് അള്ളാഹുവിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അസ്മാകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങളെ കമ്പയർ ചെയ്ത് പറയരുത്.
ഇനി അഹദ് എന്നുള്ളതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഹദ് എന്താണ് അല്ല് വരാതെയാണ്. എന്നാൽ അസ്വമദ് എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അഹദ് അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അത് ഒരു ആശ്ചര്യം കൊണ്ടുവരാൻ, അതായത് എന്താണ് അള്ളാഹു ഏകനാകുന്നു എന്ന് നമുക്ക് ഏകൻ എന്നൊരു ചെറിയൊരു വാക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അള്ളാഹു അഹദാകുന്നു എന്ന് പറയുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു കൊണ്ടുവരാൻ കൂടെ വേണ്ടിയിട്ടാണ് അള്ളാഹു അഹദുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോർമലി നമ്മളുടെ ഭാഷയിലൊക്കെ പറയുമ്പോൾ നമ്മൾ സൗണ്ട് റേസ് ചെയ്തിട്ട് ആ വേർഡിന്റെ പവർ മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഖുറൈശികളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അഹദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അറിവ് കൊണ്ടാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ റബ്ബ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു അലസ്തു ബി റബ്ബിക്കും ഖാലു ബല എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്രയായിട്ട് അള്ളാഹു നമ്മളുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് എന്ത്, അള്ളാഹു ആണ് നമ്മളുടെ റബ്ബ് എന്നുള്ളത് അല്ലേ. ആ ഒരു ഹയസ്റ്റ്, ആ ഒരു ഐഡിയൽ ആയിട്ടുള്ള ആ ഒരു പവറിൻ്റെ അടുത്ത് എത്താൻ നമ്മളുടെ ഉള്ളിൽ ശരിക്കും കൊതിക്കുന്നുണ്ട്. നമ്മളുടെ ഗ്രേറ്റസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണ്, അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി, അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതലും അബ്ദ് എന്ന് പറഞ്ഞിട്ടല്ലേ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്ന സൂറത്തുൽ ഇസ്രായിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് അത്രയും ഇഷ്ടമുള്ളപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ അള്ളാഹു ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അത് എല്ലാ മനുഷ്യന്മാരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചിന്ത, അതായത് ഈ ഒരു നമ്മളുടെ ഹയ്യസ്റ്റ് ഗോളായിട്ടുള്ള അള്ളാഹുവിൽ എത്തിപ്പെടാൻ ആ ഒരു സംഭവം അള്ളാഹു നമ്മളുടെ ഉള്ളിൽ തന്നെ പ്രോഗ്രാംഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഗതി ആളുകൾ എന്താണ് അതിൽ നിന്നും അവരുടെ ശ്രദ്ധ തെറ്റിപ്പോകുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവരുടെ എന്താണ് ആ ഒരു അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഫൈൻഡ് ചെയ്യണം, ആ ഒരു ഗോള് അവരിൽ നിന്നും പോവുകയും അതിന് പകരം വേറെ പല കാര്യങ്ങളും അവരുടെ ഹങ്കറായിട്ട്, അല്ലെങ്കിൽ അവരുടെ ദാഹമായിട്ട് മാറണം. അതായത് നമുക്ക് അള്ളാഹുവിനെ നമ്മൾ അൽഹംദുലില്ലാ നമ്മളൊക്കെ ചില സമയം നമുക്കറിയാലോ നമ്മുടെ ഈമാന് റേസ് ചെയ്യും, കുറഞ്ഞു പോകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈമാൻ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അള്ളാഹുമായിട്ട് നമുക്ക് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ ഈമാൻ കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ശൈത്താൻ ലവി വസ്വിസ് അല്ലെങ്കിൽ മിൻഷരിൽ വസ്വാസിൽ ഖന്നാസ് പറയും. ശൈത്താൻ അപ്പം എന്താക്കും, നമ്മുടെ മനസ്സിൽ പല ബാഡ് തോട്ട്സുകളും ഒക്കെ കൊണ്ടുവരും. അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു സൈറ്റ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത മെല്ലെ എടുത്ത് കളയും. പക്ഷെ എഗെയിൻ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ശൈത്താൻ മറപ്പിച്ച് അവർ തീരെ തിരിച്ച് വരാണ്ട് കംപ്ലീറ്റ്ലി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവരിൽ നിന്ന് മറന്നു പോകും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം ഭയങ്കര ഹെൽത്തി ഫുഡാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അല്ലേ, പോഷകാഹാരങ്ങളാണ് നല്ലത്. അതും പ്രത്യേകിച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. പക്ഷേ അത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഭയങ്കര ദാഹം വിശപ്പുണ്ട്, പക്ഷെ നല്ല ഹെൽത്തി ഫുഡും ഇല്ല, ഉള്ളത് അൺഹെൽത്തി ആയിട്ടുള്ള. നമുക്കറിയാം ചില നാടുകളിലൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി, അവിടെയൊക്കെ മക്കള് എന്താണോ അവർക്ക് കിട്ടുന്നത്, എന്ത് വെള്ളമാണോ കിട്ടുന്നത് അത് കുടിച്ച് വിശപ്പും ദാഹമൊക്കെ അവർ തീർക്കാണ്. ഹലോല കോത്തില്ല ബില്ല അവരവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മരിക്കാനല്ല പേടി, മരിക്കാതെ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് പ്രയാസം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുമില്ല സുബ്ഹാനല്ലാഹ് നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരട്ടല്ലേ. കാരണം നമുക്ക് മരിക്കാനാണ് പേടി, നമുക്ക് ജീവിക്കാനാണ് ഇഷ്ടം. അവർക്ക് ഇങ്ങനെ ജീവിക്കുന്നതാണ് അവർക്ക് ഭയം, മരിക്കാനാണ് അവർക്ക് ആഗ്രഹം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ എന്താണോ നമ്മളുടെ കൺമുമ്പിലുള്ളത് അത് ഹെൽത്തി ആയാലും അൺഹെൽത്തി ആയാലും ഒക്കെ എടുത്ത് കഴിക്കും അല്ലേ. ചില ആളുകൾ കല്ലും അതുപോലെ തന്നെ ഇലകളും
കമ്പുകളും ഒക്കെ കഴിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും വിശന്നിട്ട് എന്തൊക്കെയാണ് അവരുടെ കൺമുമ്പിലുള്ളത് അങ്ങനെ കഴിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യർക്ക് ഈ ഒരു സത്ത, അള്ളാഹ് എന്നുള്ള സത്ത അവർക്ക് എന്താണ് കാണാണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അവരിൽ നിന്നും ഇല്ലാതാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്താകും, അവരുടെ വയറുകളിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ എന്താണ് ചീത്ത അല്ലെങ്കിൽ ഫിൽത്തായിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വെറും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. സുബ്ഹാനല്ലാഹ്. അത് എപ്പോഴാണ് അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ള ആ ബോധം ഇല്ലാതാകുമ്പോൾ അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ്, ആ റീപ്ലേസ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ എന്താ പറയുക ഈ ഷിർക്ക് ചെയ്യാനൊക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അവർ എന്താണ് ഐഡൽസിനെ ഉണ്ടാക്കുകയും പ്രതിമകളെ അതിനെ തന്നെ വർഷിപ്പ് ചെയ്യുകയും അതല്ലെങ്കിൽ വേറെ തന്നെ ഓരോരുത്തരും ഓരോ ഇലാഹുകളൊക്കെ അവർ നിയമിക്കാൻ കാരണം യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ വിചാരിച്ച രീതിയിലേക്ക് എത്താത്ത ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അവരതിന് പകരം വേറെ പല ഗോളുകളിലേക്കും എത്തുകയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ കണ്ടെത്തിയ ആളുകളുടെ ലൈഫ് നോക്കിയാൽ നമുക്കറിയാം ഭയങ്കര ശാന്തമായിരിക്കും അവരുടെ ലൈഫിലെ. അവർ ഫുള്ളി എല്ലാം അള്ളാഹുലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ജീവിക്കുക. എല്ലാം അള്ളാഹുവിനാണ്. അവരുടെ ലൈഫിൽ അള്ളാഹു ആണ് അഹദ്. അള്ളാഹു കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെ അവർക്ക് അള്ളാഹു എന്നുള്ളൊരു എൻറ്റിറ്റിനെ തന്നെ അറിയില്ല. അവർ എന്തൊക്കെയാണ് അവർക്ക് തോന്നുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണോ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിനെ കണ്ടെത്തി അവനിഷ്ടമുള്ള രീതിയിൽ അവനെ എല്ലാത്തിലും അഹദായിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം ഇപ്പോഴത്തെ ആളുകളിപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മൾ മുസ്ലിംസിൽ തന്നെ അങ്ങനെ മറ്റു ഷിർക്കായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള ദൈവങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള മെയിൻ എന്താണ് പറയുക ഇലാഹകൾ അല്ലെങ്കിൽ മെയിൻ ഗോഡ് എന്ന് പറയുന്നത് ആളുകൾ അവരുടെ സ്വന്തത്തെ തന്നെയാണ്. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ എന്ന് പറഞ്ഞൊരു ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സ്വന്തം ദേഹേച്ഛകൾ. നമുക്കറിയാം പല ആളുകൾക്കും പല ദേഹേച്ഛകളാണ്. ചില ആളുകൾക്ക് ശരീരം ഭംഗിയായിക്കൊണ്ട് നടന്ന് അല്ലേ, അതിനെ മേക്കപ്പ് ചെയ്ത് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അങ്ങനെ നടക്കുന്നതായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം. മറ്റാളുകൾക്ക് എന്താ പറയുക ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ ആ ശരീരം ഭയങ്കര സ്ട്രോങ് ആണ് ഹെൽത്തി ആണെന്ന് കാണിക്കുന്നതാണ് വേറൊരു കൂട്ടർ. ഇനി അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് ഒരു കൂട്ടി അതിൽ അഹങ്കരിച്ച് ജീവിക്കുന്നവർ വേറെ. അതുപോലെ തന്നെ മക്കൾ നമുക്കറിയാം അൽമാലു അൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മറന്നിട്ട് ആ മക്കളെ എന്താണ് പറയുക അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം, എന്താണ് അവരുടെ ഇഷ്ടം, അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ കൂടെ മറന്ന് ജീവിക്കുക. മക്കൾക്ക് എന്തെങ്കിലും പനി വന്നാൽ പിന്നെ നിസ്കാരമില്ല, നോമ്പെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആളുകൾ വരെ ഉണ്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്താണ് സ്വന്തം ദേഹേച്ഛകൾ എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിനെ എന്താണ് ദൈവങ്ങളായിട്ട് കണക്കാക്കുകയാണ് ഇപ്പോഴത്തെ കാലത്തെ ആളുകളെ. കംപ്ലീറ്റ്ലി ഒന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അള്ളാഹുവിൽ നിന്നുള്ള ഫോക്കസ് ഇല്ലാണ്ടാകുക. പക്ഷെ ആളുകൾക്ക് അറിയുന്നില്ല നമ്മൾ അള്ളാഹുവിനെ കൈവിട്ടാൽ പിന്നെ നമ്മളുടെ എല്ലാതും പോയി എന്നുള്ളത്. അള്ളാഹു നമ്മളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളെന്താകും ഓട്ടോമാറ്റിക്കലി വേറെ പലതിലേക്കും പോകും. പക്ഷേ നമുക്കറിയാം ചില ആളുകൾ അള്ളാഹുവിനെ ഫൈൻഡ് ചെയ്ത ആളുകൾ അവർക്ക് എന്ത് വലിയ ഭൂമികുലുക്കം വന്നാലും അവർക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്താണ് അവർ അഹദിനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ പല ആളുകളും ഗെയിംസ് അഡിക്റ്റഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റഡ് ആണ്. ഇതൊക്കെ എന്താണ് സ്വന്തം ദേഹേച്ഛകളാണ്. അതൊക്കെ പല രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മൾക്കൊക്കെ പലതരത്തിലുള്ള ദേഹേച്ഛകൾ ഉണ്ടാകും. പറയുന്ന എനിക്കും നിങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ലൈഫിൽ അൽ അഹദിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ് അള്ളാഹു അഹദാണ് അള്ളാഹു ഒന്നാണ് നമ്മളൊക്കെ പറയും. അള്ളാഹു ഒന്നാണ് നമുക്കറിയാലോ, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല നമുക്കറിയാലോ. അല്ലെങ്കിൽ അള്ളാഹിനെ തന്നെ എന്താണ് ആരാധിക്കാൻ പാടുള്ളൂ, എല്ലാം അള്ളാഹു തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങനെ ഒറ്റയാണ്, ഇതൊക്കെ നമുക്ക് പറയാറുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് മാ ഗർറക ബിറബ്ബിക്കൽ കരീം,
എന്തിന് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളെ റബ്ബിൽ നിന്നും അകറ്റിക്കുന്നത്, അല്ലെങ്കിൽ കരീമായിട്ടുള്ള റബ്ബിൽ നിന്നും എന്താണ് നിങ്ങളെ പിടിച്ചു വെക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇന്റർനലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വീണ്ടും പറയുന്നത് എനിക്കും കൂടി ഇന്റർനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹു അഹദാക്കിയാൽ പിന്നെ നമ്മളുടെ ലൈഫിൽ പിന്നെ വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടമാണ് ഞാൻ ഈ ചിന്തിക്കുന്ന ഇപ്പോഴത്തെ ഈ കാര്യം, അള്ളാഹിന് ഇഷ്ടമാണ് ഞാൻ ഈ നടക്കുന്ന ഈ സ്ഥലം, അല്ലെങ്കിൽ അള്ളാഹിന് ഇഷ്ടമാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തി, അള്ളാഹിന് ഇഷ്ടമാവും ഞാൻ ഈ ഫോണിൽ ഇത് കണ്ടാൽ, അള്ളാഹിന് ഇഷ്ടമാവും എൻ്റെ മക്കളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ. ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓട്ടോമാറ്റിക്കലി അള്ളാഹു 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 അഹദ് അഹദ് അഹദ്, അള്ളാഹുവിന് എല്ലാത്തിനും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, അഹദിന് എതിരായിട്ടൊന്നുമില്ല, അഹദിന് എന്താ പറയുക കമ്പയറബിൾ ആയിട്ടൊന്നുമില്ല. ആ അഹദിനെ നമ്മൾ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കാം കേട്ടോ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക, ആം ഐ മേക്കിംഗ് അള്ളാഹ് ദ ഫസ്റ്റ്, അള്ളാഹു ആണ് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ളത്. നമ്മളോട് തന്നെ ചോദിക്കാം. ഞാൻ എപ്പോഴും അഹദ്, അതായത് അഹദിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഞാൻ എന്താണ് പറയുക, ആ അഹദിനോട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ടോ, ആ അഹദിനോട് ഞാൻ നിരന്തരം സംസാരിക്കുന്നുണ്ടോ? കാരണം ആ അഹദാണ് എനിക്ക് പുറത്തു തരുന്നത്, അഹദാണ് എന്നെ നയിക്കുന്നത്, അല്ലേ? അഹദാണ് എനിക്ക് എന്തൊക്കെയാ ഈ വേൾഡിൽ ആവശ്യം അതൊക്കെ എനിക്ക് നൽകുന്നത് അഹദാണ്. ആ അഹദിൻ്റെ റഹ്മ കൊണ്ടാണ് ഞാൻ ഓരോ പ്രവർത്തികളും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നമ്മളുടെ ഓരോ ആക്ഷൻസും, ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ എന്താണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മ മാത്രമാണ്. കാരണം നമുക്ക് നമ്മളുടെ ഒരു വിരലനക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി വേണം. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ എത്രയോ നന്ദി കെട്ട ആളുകളാണല്ലേ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. കാരണം ലക്കനൂദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്ദി കെട്ടവരെന്നാണ്. അതായത് എപ്പോഴും പ്രയാസങ്ങൾ മാത്രം കൗണ്ട് ചെയ്തിട്ട് അനുഗ്രഹങ്ങൾ മറന്നു പോകുന്ന ആളുകൾക്കാണ് ലക്കനൂദ് എന്ന് പറയാം. നമ്മളങ്ങനെ തന്നെയാണ് അല്ലേ. എന്തെങ്കിലും ചെറിയ പ്രയാസം വരുമ്പോൾ പിന്നെ ഞാനും എല്ലാവരും അതിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. നമ്മൾ അള്ളാഹുലേക്ക് തിരിയുന്നതിന് പകരം ഭയങ്കരമായിട്ട് നമ്മളതിലൊന്ന് ടെൻഷൻ അടിക്കാൻ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ചില ആളുകളുണ്ട്, ഒരു പോയാണ് അതിൽ പറയുന്ന വാക്കുകൾ മാത്രം ജസ്റ്റ് പറയാം. അതായത് പണ്ട് കാലങ്ങളിൽ എന്താണ് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ചിരുന്നത്, അതിപ്പോൾ വെറും വാക്കുകളും ഡിബേറ്റുകളും ഡിസ്കഷനുകളുമായി മാറിയിട്ടുണ്ട്. അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തൗഹീദ് ഇങ്ങനെ കത്തി നിൽക്കായിരുന്നു അല്ലേ. നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ആരാണെങ്കിലും സുമയ്യ റളിയല്ലാഹു അൻഹ ആണെങ്കിലും ഒക്കെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു അഹദ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ കത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ അഹദിനങ്ങോട്ട് മുറുകെ പിടിക്കുകയായിരുന്നു അവരൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്താണ് നമ്മൾ എന്തെങ്കിലും അള്ളാഹ്ക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പം അവിടെ വന്ന് തല്ലൂടാൻ ആളുകളുണ്ടാവും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ വന്ന് തല്ലൂടാൻ ആളുകളുണ്ടാകും. പക്ഷേ നമസ്കരിക്കാൻ പള്ളിയിൽ വളരെ കുറച്ച് ആളുകൾ, അല്ല അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ച്, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ വളരെ കുറച്ച്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്നും അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന, അല്ലെ, അള്ളാഹുവിനെ എല്ലാത്തിലും അഹദായി കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും എത്തിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അല്ലാഹു സമദ്. സമദ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുമ്പം എറ്റേണൽ റിഫ്യൂജ്, അതായത് നമ്മളുടെ ഏറ്റവും അവസാനമായിട്ടുള്ള നമ്മളുടെ രക്ഷാകവചം. നമ്മൾ എന്തിലേക്കാണ് ഏറ്റവും അവസാനം, നമുക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് പോകണം. നമ്മളെ റബ്ബും മലിക്കും ഇലാഹും അള്ളാഹു ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നമുക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഇനി അള്ളാഹുവിന് മാത്രമേ കാക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയില്ലേ. അതാണ് എറ്റേണൽ റെഫ്യൂജ് എന്ന് പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അസ്വമദിന്. അതായത് ലിംഗ്വിസ്റ്റിക്കലി കുറച്ച് അർത്ഥങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ കാഫി, അള്ളാഹു മതിയായവൻ, വൺ ഹു ഈസ് സഫിഷ്യൻറ്റ്, മതിയായവൻ എന്നുള്ളൊരർത്ഥം. പിന്നെ ആളുകൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നവൻ, അതായത് വൺ പീപ്പിൾ റിട്ടേൺ വെൻ നീഡ്,
ആളുകൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ആളുകൾ തിരിക്കുന്നവൻ എന്നർത്ഥം. പിന്നെ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിറവേറ്റി കൊടുക്കുന്നവൻ എന്നുള്ളത് മറ്റൊരർത്ഥം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആളുകൾ പ്രയാസ സമയത്ത് അത്രയും ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയത്ത് തിരിയുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം ഈ സ്വമത് എന്നുള്ള വാക്കിൻ്റെ വെർബൽ ഫോം, വെർബിൻ്റെ അർത്ഥം വരുന്നത് എന്താണ് പറയുക, അറ്റൻഷൻ കൊടുക്കുക, അതായത് ശ്രദ്ധ കൊടുക്കുക, ആവശ്യമുള്ള ഒരുവനിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്നർത്ഥം, അല്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് സ്വമത് എന്നുള്ള വാക്കിൻ്റെ മറ്റൊരർത്ഥം. ഇനി വേറെ മനോഹരമായിട്ടുള്ളൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമത് എന്ന് പറഞ്ഞാൽ സോളിഡാണ്. ഇപ്പം നമുക്കറിയാം നമ്മളുടെ വയറ് എന്ന് പറഞ്ഞാൽ ഒരു കാലിയുള്ളൊരു സ്ഥലമാണല്ലേ. ആ വയറ് കാലിയായി നമുക്ക് വിശക്കും. അപ്പോൾ നമ്മളത് നിറക്കാൻ നോക്കും. പക്ഷെ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സോളിഡാണ്. അള്ളാഹു എല്ലായിടത്തും ഫുൾ ഫിൽഡാണ്. അള്ളാഹുവിന് എവിടെയും ഇതുപോലെ ഹോളോനെസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഒഴിവായിട്ടുള്ള ഭാഗങ്ങൾ, എംപ്റ്റി ആയിട്ടുള്ള ഭാഗങ്ങളില്ല. സുബ്ഹാനല്ലാഹ്. അതുതന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. സോളിഡ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളൊരു പഞ്ഞിനെ എടുക്കുന്നതും ഒരു ഇഷ്ടികനെ അടിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഇഷ്ടികനെ അടിച്ചാൽ നമുക്ക് അറിയാം അത് ഭയങ്കര സ്ട്രോങ് ആണ്. പഞ്ഞിനെ അടിച്ചാൽ അത് എന്താ പറയുക, വീക്കാണ്. കാരണം അതിലൊരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ്, അള്ളാഹു സുപ്രീമാണ്. ഒരു തരത്തിലുള്ള ഫ്ലോകളും ഒരു തരത്തിലുള്ള ന്യൂനതകളും ഇല്ലാത്ത മോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ളവൻ എന്നുള്ള അർത്ഥം ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു സ്വമതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആരും തന്നെ ഈ ഒരു അസ്വമത ആരെയും ആശ്രയിക്കുന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞത് നമ്മളുടെ അറ്റ്മോസ്റ്റ് ഗോളായിട്ട് കാണുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അതായത് ഈ ഒരു പവറിലേക്ക് അല്ലെങ്കിൽ ഈ അള്ളാഹുവിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നുണ്ട്. അങ്ങനെ അവനെ സംതൃപ്തപ്പെടുത്താനും നമ്മൾ കൊതിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഗോളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അസ്വമത് എന്നുള്ള അർത്ഥം. അത് സ്വമത്, അസ്വമത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രയാസ സമയത്ത് നമ്മൾ തിരിയുന്നവൻ, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ തിരിയുന്നവൻ. അതുപോലെ തന്നെ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ. സുബ്ഹാനല്ലാഹ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള സിൻസിയർ ആയിട്ടുള്ള ചിന്ത. അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ. സുബ്ഹാനല്ലാഹ്. അതെല്ലാം പരസ്പരം ഭയങ്കര കണക്ഷനാണ് കേട്ടോ. ഓരോ ആയത്തും ഓരോ സൂറത്തും പല സൂറത്തുകളും എല്ലാം കണക്റ്റഡ് ആണ്. ആദ്യത്തതും അവസാനത്തും ഒക്കെ സുബ്ഹാനല്ലാഹ് വലിയ കണക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഖുർആന് മുത്തുകളാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. കോർത്ത് ഒന്ന് മറ്റൊന്നിലേക്ക് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് പറയുക, അസ്വമത് എന്ന് പറഞ്ഞാൽ അവനേക്കാളും വേറെ ഒന്നുമില്ല. അതായത് നമ്മൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും തിരിയാനുള്ള ഏറ്റവും അവസാനത്തെ, അതായത് ഏറ്റവും ലാസ്റ്റ് എന്താണ് നമ്മളുടെ പിടിവള്ളി എന്ന് പറയുന്നത്, അത് അള്ളാഹു മാത്രമാണ്. അവനെ ആർക്കും തന്നെ മറികടക്കാനും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവീമുൽ ജലാല എന്ന ഈ ഒരു വാക്കിന് അർത്ഥമുണ്ട്. പിന്നെ അദ്ദാഇമുൽ ഖാലിദ്, അതായത് എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളവൻ എന്നും അർത്ഥപ്പെടുന്നുണ്ട്. മസ്മൂദ് എന്ന് പറയുന്നത് സ്വമതിൻ്റെ എന്താ പറയുക, ഫാഇൽ ഫോമായിട്ട് വരും. അതായത് എന്താണ് പറയുക, പ്രവൃത്തി ചെയ്യുന്നവൻ. അപ്പോൾ മസ്മൂദ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സോളിഡാണ്. അതിനൊരു ഹോളൊന്നുമില്ല. അപ്പോൾ ഒന്നും തന്നെ ഉള്ളിലേക്ക് കയറാത്തവൻ എന്നുള്ള അർത്ഥമാണ്. അതിനർത്ഥം അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും, അതായത് എല്ലാ നാമങ്ങളും, അള്ളാഹു ഏതൊക്കെയാണ് നാമങ്ങളുണ്ട് ആ നാമങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ സോളിഡാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു പാകപ്പിഴകളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടം തട്ടാത്ത അത്രയും പെർഫെക്റ്റ് നെയിംസാണ്. നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര കെരീമാണ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയിൽ ചില സമയത്തൊക്കെ അതില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര അറിവുള്ളവനാണെന്ന് പറഞ്ഞാലും ആ വ്യക്തിയിൽ അറിവില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ്, കവിയാണെന്ന് പറഞ്ഞാലും പവർഫുൾ ആണെന്ന് പറഞ്ഞാലും അയാൾക്ക് ശക്തിയില്ലാത്ത അവസ്ഥകളുണ്ടാകും. പക്ഷേ അള്ളാഹു അസ്വമദ് എന്ന് പറയുമ്പോൾ
ഇവിടെ ഉദ്ദേശിക്കുന്ന അള്ളാഹിൻ്റെ എല്ലാ നാമങ്ങളും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. ഒന്നും തന്നെ ഒരു പൊടിക്ക് പോലും ഇത് അള്ളാഹ്ക്ക് ചേർന്നതല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് നമുക്കറിയാം കുറേ നല്ല നല്ല പേരുകളുള്ള ആളുകളൊക്കെ എത്രയോ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നല്ലേ. അവരുടെ പേര് ഒരിക്കലും അവർക്ക് സൂട്ടബിൾ അല്ലാത്ത പേരുകളായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്, അത്രയ്ക്കും പ്രിസൈസ് ആണ്, അത്രയ്ക്കും സോളിഡ് ആണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമദിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഖുറൈശികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇതെത്തിക്കുന്നത്. അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്ങനെ അള്ളാഹു സമദാകുന്നു, എങ്ങനെ അള്ളാഹു അഹദാകുന്നു എന്നൊക്കെയാണ് അവരവിടെ ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സൂറ, അതായത് സൂറത്തുൽ മസ്ദ്, അവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ലഹബിനെ കുറിച്ചല്ലേ. ലഹബിന് എന്താണ് ആവശ്യം? അവനെ എല്ലാവരെക്കാളും ഹൈ സ്റ്റാറ്റസിലാക്കണം എന്നൊക്കെയായിരുന്നു. കാരണം ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞപ്പം എല്ലാവരും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം എല്ലാവരെയും ഈക്വലായി കാണുന്ന ഒരു ദീൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെതിരായിട്ട് പറയണം. അള്ളാഹു മാത്രമാണ് അസ്സമദ്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അവൻ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇലാഹായിട്ടുള്ളൂ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. ചെറിയ വാക്കാണെന്നുണ്ടെങ്കിലും എത്രയോ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പം എന്ത് പ്രയാസം വന്നാലും നമ്മൾ തിരിയേണ്ടത് അസ്സമദിലേക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ നാമങ്ങളും അവൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. അള്ളാഹു ഗഫൂർ ആണെന്ന് പറഞ്ഞാൽ അവൻ ഗഫൂർ ആണ്, അവൻ പുറത്തു തരും. അള്ളാഹു റസാഖ് ആണെന്ന് പറഞ്ഞാൽ അവന് റിസ്ക് നൽകും, തീർച്ചയാണ്. അതാണ് ആ അസ്സമദ്, കംപ്ലീറ്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മൾ അള്ളാഹുവിനെ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോളാക്കി എടുക്കണം എന്നും അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ വേഗം അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. ലം യലിദ് വലം യൂലദ്. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, അതായത് ഓൾറെഡി കഴിഞ്ഞ സംഭവമാണ്. എന്താണ്? അവൻ ജന്മം നൽകിയിട്ടില്ല, അതായത് അള്ളാഹു ആരുടെയും പിതാവല്ല എന്ന് അള്ളാഹു പറയാണ്. ലം യലിദ് എന്ന് പറഞ്ഞാൽ അവൻ ആരുടെയും പിതാവല്ല. വലം യൂലദ്, അതുപോലെ തന്നെ അവന് ആരുടെയും സന്തതിയായിട്ട് ജനിച്ചിട്ടില്ല. ഇവിടെ രണ്ടിടത്തും അള്ളാഹു ലം, അതൊരിക്കലും ഇല്ലാത്ത സംഗതിയാണ്. അതായത് അങ്ങനെ സംഭവമേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ് ലം എന്ന് പറയുന്നത്. ലം യലിദ് എന്ന് പറയുമ്പോൾ അവൻ ജന്മം നൽകിയിട്ടില്ല. കാരണം നമുക്കറിയാം കുറേ ആളുകൾ എന്താണ് പറയുക, ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ മകനായിട്ട് മഹാദ അള്ളാഹ് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഉസൈർ റളിയല്ലാഹു അൻഹു, ഉസൈർ അലൈഹിസ്സലാം, അവരെയും അള്ളാഹുവിൻ്റെ എന്താണ് പറയുക മകനാണ് എന്ന് ജൂതന്മാരിൽ കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. പിന്നെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, മാധവ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആദ്യം തന്നെ പറയാണ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അതായത് അവന് ഇതുവരെ ആർക്കും ഇനിയുമില്ല. ലം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്, സംഭവമേ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലം യലിദ് വലം യൂലദ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ വീണ്ടും അഹദിലേക്കും അസ്സമദിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അഹദാണ്, കാരണം ലം യലിദ് വലം യൂലദ്, അതായത് അള്ളാഹുവിന് ജന്മം നൽകിയിട്ടില്ല, അള്ളാഹു ജന്മം നൽകിയിട്ടില്ല, ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹു എന്താണ്? അഹദാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾക്ക് ആരേക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അള്ളാഹു അസ്സമദാണ് നമ്മൾ പറഞ്ഞു അല്ലേ. കാരണം മനുഷ്യർ മക്കൾ നൽകുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മൃഗങ്ങൾ എന്താണ്, കുട്ടികൾ അതിൻ്റെ കുട്ടിനെ നൽകുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഭയങ്കര വീക്കാണ്, നമ്മൾക്കൊരു ആ ഒരു ഒഴിവുള്ള ഭാഗം, എംപ്റ്റിനെസ് നമ്മളുടെ ബോഡിയിലുണ്ട്. പക്ഷെ അള്ളാഹു കംപ്ലീറ്റ്ലി സോളിഡാണ്. അള്ളാഹുവിന് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. നമ്മൾ എന്താ പറയുക, യഥാർത്ഥത്തിൽ നമ്മൾക്ക് പരിമിതികളുണ്ട്, നമ്മൾ ജനിക്കുന്നുണ്ട്, നമുക്കൊരു ബിഗിനിങ്ങും ഒരു എൻഡൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു എന്താണ്? അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂം അല്ലേ. അള്ളാഹു എന്നും ജീവിക്കുന്നവനും എല്ലാം നിലനിർത്തുന്നവനാണ്. അള്ളാഹുവിന് മരണമില്ലാത്തവനാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഒരിക്കലും, എന്നാലും മനുഷ്യരെന്താണ് അള്ളാഹുവിനെ മനുഷ്യരിലേക്ക് കമ്പയർ ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആളുകൾ ഹൃദയത്തിൽ ഈ ഒരു രോഗം വരുമ്പോഴാണ്, അതായത് അവർ ഒരുപാട് തെറ്റുകൾ ചെയ്യും, മനുഷ്യന്മാർ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നെ ഈ അസ്വമതിലേക്ക് തിരിയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇത്രയും തെറ്റ് ചെയ്ത
അള്ളാഹു എന്നെ ശിക്ഷിക്കുമല്ലോ എന്നുള്ള ഭയത്തിൽ ഷെയ്ത്താൻ്റെ ഒരു കളിയും കൂടെ തന്നെ ഉണ്ടാകും. ആ ഒരു ഭയത്താൽ അവരെന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ എന്താ പറയുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്താൽ അവർ ശുപാർശ ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഷിർക്കിലേക്ക് അവർ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, അത് കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇങ്ങനെ ഒരു ഷിർക്കിലേക്ക് എത്തിക്കുന്നത്, മുശ്രിക്കുകളെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അസ്വമതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് എങ്ങനെ അള്ളാഹുലേക്ക് തിരിയാം, കാരണം ആ ഒരു അൾട്ടിമേറ്റ് ഗോളിനെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാന ആയത്തിലേക്ക് നമുക്ക് പോകാം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം, അഗൈൻ ലം എന്ന് പറയുമ്പം ഇല്ല, ആരും ഇല്ല താൻ എന്നുള്ള അർത്ഥമാണ്. യക്കുൻ അത് എന്താണ് പറയുക, പ്രസന്റ് ടൈമിലായിട്ടാണ് പറഞ്ഞത്. അതായത് അവൻക്ക് തുല്യനായി ആരും ഇല്ല താൻ, അതായത് എപ്പോഴും, അതായത് എന്നും നമ്മളെപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇവിടെ കുഫുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യുദ്ധത്തിലൊക്കെ അതായത് തുല്യ ശക്തിയുള്ള ശത്രുവിന് പറയുന്ന ഒരു വാക്കാണ് കുഫുവൻ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പറയുന്ന ഒരു പേരും കൂടെയാണ് കുഫുവൻ എന്ന് പറയുമ്പോൾ. യഥാർത്ഥത്തിൽ എന്താണ് പറയുക, ഭാര്യ ഭർത്താവ് ദമ്പതിമാരെ അവരെ കുഫു എന്നാണ് അത്ര പറയുക. സുബ്ഹാനല്ലാഹ്, അപ്പോൾ യഥാർത്ഥത്തിൽ തുല്യ ശക്തിയുള്ള ഒരു ശത്രു എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും കമ്പയറബിൾ ആയിട്ടുള്ള, കോമ്പാറ്റബിൾ ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ശക്തമായിട്ടുള്ള രണ്ട് മനസ്സിനെ ഒരുമിപ്പിച്ച് കൂട്ടുന്നതിന് കൊണ്ടാകാം കുഫു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ജാഹില കാലത്ത് ഒരുപാട് എന്താ പറയുക, സ്ത്രീകളും പുരുഷന്മാരും ഭാര്യ ഭർത്താക്കളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാകും. എന്തായാലും എല്ലാത്തിലും അഹദ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിനൊരു കുഫുവനോ ഇല്ല എന്നാണ്. അതായത് അള്ളാഹുവിന് അങ്ങനെ ഒരു സാഹിബത്ത് ഇല്ല. ഈ ഒരു അഹദിനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് എല്ലാ മുസ്ലിങ്ങളും ഭയങ്കര ശാന്തമായിട്ട് ഇറങ്ങിയത്. പക്ഷേ അവരുടെ എതിരാളികൾ ഭയങ്കര അസ്വസ്ഥരായിരുന്നു, ഒരു ഭയങ്കര മനസ്സ് വീക്കായി മാറിയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ തൗഹീദിന് നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ എന്നാവുന്നത്. വലം യകുൻ അഹദുൻ കുഫുവൻ ലഹു എന്നാണ് സത്യം പറഞ്ഞാൽ ഗ്രാമറ്റിക്കലി വേണ്ടത്. അതായത് അവന് ഒരാളും തന്നെ തുല്യനായിട്ട് അവനില്ല എന്നാണ് പറയേണ്ടതെങ്കിലും അള്ളാഹു ഇവിടെ വലം യകുൻ ലഹു എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് കുഫുവൻ അഹദ് ലാസ്റ്റും കൊടുത്തു, ലഹു ഫസ്റ്റും കൊടുത്തു. ഇവിടെ ഇതിലെന്ന് പറയാതെ നമ്മൾ ഇമ്പോർട്ടൻസിന് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് കൊണ്ടാണ്. അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം ഇവിടെ ലഹു എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. അഹദിന് വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വാക്ക് അവസാനം കൊണ്ടുവച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, അത് തന്നെ നമുക്കറിയാം. ആ ഒരു റിത്തം അല്ലെ, അഹദ്, സമദ്, യലിദ്, ആ ഒരു റിത്തത്തിനും കണക്റ്റഡായി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഓരോ വാക്കുകളും എത്ര പ്രിസൈസാണ്, എത്ര കറക്റ്റ് സ്ഥലത്താണ് അള്ളാഹു വെച്ചിട്ടുള്ളത് നോക്കണം. അള്ളാഹുവിൻ്റെ സംസാരമാണ് നമ്മൾ ഓർക്കണം. നമ്മൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് മുന്നേ എന്താ പറഞ്ഞത് പോലും ഓർമ്മയില്ലാത്ത നമ്മളാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കഴിവ് നമുക്കൊരിക്കലും ചിന്തിച്ചാൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അള്ളാഹു ആദ്യത്തെ ഭാഗത്ത് അള്ളാഹു എത്ര സ്പെഷ്യലാണ്, എത്ര യുണീക്കാണ്, അഹദാണ്, സമദാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പിന്നീട് അള്ളാഹു പറയുന്നുണ്ട്, ആ അള്ളാഹു സമദ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്രേഷ്യസ് ആണ്, ഭയങ്കര സ്നേഹമുള്ളവനാണ്, ഭയങ്കര കാര്യമുള്ളവനാണ്. കാരണം ആളുകൾ അവനിലേക്ക് തിരിയുമ്പോൾ അവന് ഉത്തരം നൽകുന്നുണ്ട് അല്ലേ, അവരുടെ ആ ഒരു ആവശ്യം പൂർത്തീകരിച്ച് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പിന്നെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് അവൻക്ക് ആരെയും ആവശ്യമില്ല.
അവന് എല്ലാ വീക്ക്നെസ്സിൽ നിന്നും കംപ്ലീറ്റ്ലി മുക്തനാണ്. നമ്മളാണ് വീക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തർ എന്ന് ആക്ഷേപിച്ചവരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹുവിന് ഈ ഒരു അബ്തർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പവറാണ് സത്യം പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ. മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു സൂറത്തിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഈ സൂറത്തിനോടുള്ള സ്നേഹം തന്നെ മതി നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ഒരു സൂറ നമ്മൾ ഇഷ്ടത്തോടു കൂടി പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സൂറത്തിൻ്റെ പ്രാധാന്യം ഒരു ഖുർആൻ്റെ 1/3 ആണ് എങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇതിൽ ഓരോ വാക്കുകളും. ഓരോ വാക്കിനും എത്ര പവർഫുൾ ആയിരിക്കും, എത്ര പവറാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മളുടെ എന്ത് കാര്യങ്ങളും നമ്മൾ എന്ത് ഗോളും അള്ളാഹുവിനെ മാത്രമായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി, അവൻ്റെ സന്തോഷം, അവൻ്റെ ജന്മം, അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ജീവിതം. പിന്നെ നമ്മൾ സൂറ മുഖഷ്കിഷാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മളുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ഷിർക്കിനെ ഇല്ലാതാക്കുന്ന ഒരു സൂറത്താണ്. അപ്പോൾ നമ്മൾ ഈ സൂറത്തിനെ അങ്ങേയറ്റം മനസ്സിലാക്കുകയും ഇടയ്ക്കിടയ്ക്കൊക്കെ പാരായണം ചെയ്ത് ഈ അർത്ഥം വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുത്താൽ ഈ വലിയൊരു ആശയസമ്പന്നമായിട്ടുള്ള ഈ ഒരു സൂറത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ സൂറത്തിൻ്റെ ഈ 4 ആയത്തുകളെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരിക്കലും നമ്മളെപ്പോലെയല്ല. കാരണം മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സിഫാത്തുകൾ പറയുന്നുണ്ടല്ലേ. സിഫ് ലനാ റബ്ബക്ക് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും നമ്മൾ മനുഷ്യരായിട്ട് അള്ളാഹുവിനെ ചിത്രീകരിക്കാനേ പാടില്ല. അള്ളാഹുവിനെ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ സ്നേഹം, അവൻ്റെ ജന്മം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മതി. പിന്നെ നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അള്ളാഹുവിനെ അഹദാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ നമ്മൾ അഹദാക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കാരണം നമ്മൾ ഇങ്ങനെ വാക്കാൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളുടെ ഹവായിനെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിനെ പ്രയോറിറ്റി ചെയ്യുന്നതിൽ നമ്മൾ ഭയങ്കര ബാക്കിലാണ്. ചില സമയത്തൊക്കെ നമ്മളുടെ വീട്ടുകാര്യങ്ങളും നമ്മളുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളും, നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിട്ട് നിർത്തിയിട്ട് അള്ളാഹുവിനെ അഹദാണെന്ന് നമ്മളെ മാറ്റി വെക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമനാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. കാരണം അതില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒന്നുമില്ല എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിലാൽ റളിയല്ലാഹുവിൻ്റെ അഹദ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് തറച്ചുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൃദയത്തിനുള്ളിലേക്ക് തറച്ചിട്ട് അഹദിനെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് അവൻക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് മാറാനുള്ള സുബ്ഹാനല്ലാഹ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ നമ്മൾ അവസാനമല്ല കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ നാമം നമ്മളൊരിക്കലും നമ്മളിലേക്ക് കമ്പയർ ചെയ്യരുത്. അള്ളാഹു സമദാണ്, അവന് കംപ്ലീറ്റ്ലി സോളിഡാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. ഒരിക്കലും നമ്മളിലേക്ക് ചിന്തിക്കരുത്. അവൻ്റെ എല്ലാ നാമങ്ങളും ടൈംലെസ് ആണ്. അതിന് തുടക്കം അവസാനമില്ല. അത് അൺലിമിറ്റഡ് ആണ്. അതിന് ക്വാണ്ടിറ്റി ഒന്നുമില്ല. അതുപോലെ തന്നെ എല്ലാം അവൻ്റെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾക്ക് ലഭിക്കുന്നത് പോലും അവനിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമം ഇൻറ്റേർണലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഫുവൻ, അള്ളാഹുവിന് ഈക്വലായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മളൊരിക്കലും നമുക്കെന്ത് പ്രയാസം ഉണ്ടെങ്കിലും ജനങ്ങളെ ആശ്രയിക്കരുത്, അള്ളാഹുവിനെ ആശ്രയിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് വഴികൾ തുറന്നു തരും. അതാണ് അള്ളാഹു കുഫുവൻ അഹദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ റെസ്ക്യൂ, ഈ സൂറത്ത് നജാത്ത് എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് അള്ളാഹുവിലേക്കായിരിക്കണം. നമ്മൾ
പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ടിന് ഈ ഒരു അസമതിലേക്ക് നമ്മൾ തിരിയണം എന്ന് ഈ സൂറ നമ്മൾ ഓർമ്മപ്പെടുത്താണ്. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ സൂറ നമ്മൾ പാരായണം ചെയ്യുമ്പം എളുപ്പമുള്ള സൂറ എന്ന് അതിലുപരി നമ്മൾ അള്ളാഹിന് ഇഷ്ടമുള്ള സൂറത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ഷിർക്കുകളൊക്കെ ക്രഷ് ചെയ്ത് പൊടിച്ചില്ലാതാക്കാൻ ആക്കുന്നൊരു സൂറത്തും കൂടെയാണ്. ആ ഒരു സൂറത്തിൻ്റെ പ്രാക്ടിക്കലാണ് നമ്മൾ പഠിച്ച സൂറത്തുൽ ഫലഖും നാസും. ഈ 3 സൂറകളും ഇനി മുതൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അർത്ഥവും ആശയമൊക്കെ നമ്മൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഈ സൂറത്ത് മനസ്സിലാക്കുവാനും അത് ഇൻ്റേണലൈസ് ചെയ്തിട്ട് അള്ളാഹുവിനെ അഹദാക്കിക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.